നമസ്കാരം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയുന്നത് കേട്ടോ. വലിയ ആത്മഹർഷമുണ്ട്. സാമൂഹ്യ പ്രവർത്തകനും വേദവേദാന്തങ്ങളിൽ പ്രവീണനുമായിട്ടുള്ള ശ്രീ ടി.എസ്. ശ്യാംകുമാർ, ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, അദ്ദേഹത്തിൻ്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടക്കുകയാണ്. അത് കന്യാകുമാരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആർ.എസ്.കാർ കയറി അത് മുടക്കി അയാളെ തല്ലി. ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് അറിയാമോ? ഇത് നേരത്തെ ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിപ്പോയി. പക്ഷെ ടി.എസ്. ശ്യാംകുമാർ പ്രശസ്തനാണ്. ഈ ചെയ്ത കാര്യം ലോകന് നന്നായിട്ട് അറിയട്ടെ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദു വർഗം അറിയട്ടെ. എന്തുകൊണ്ടാണ് സന്യാസിമാർ അല്ലെങ്കിൽ സനാതന ധർമ്മ പ്രഭാഷകന്മാർ അവരൊക്കെ പിൻവാങ്ങി പോകുന്നതെന്ന് ഇവരൊക്കെ മനസ്സിലാക്കണം. നമസ്കാരം. അമ്പലങ്ങളിലും തീർത്ഥ കേന്ദ്രങ്ങളിലും നടത്തേണ്ടുന്ന ഒരേ ഒരു കാര്യം ജ്ഞാനപ്രബോധനമാണ്. വേറൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്കൂളിൽ എന്താ നടത്തേണ്ടത്? അവിടെ വിദ്യ അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ കൂട്ടത്തിൽ സ്പോർട്സ് ഉണ്ടാകാം, കലാരൂപങ്ങൾ ഉണ്ടാകും, രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ അമ്പലങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ കേൾക്കുന്നത് വെടിക്കെട്ട് നടത്താൻ അനുവദിക്കണം, ആന എഴുന്നള്ളിക്കാൻ അനുവദിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാണ് അമ്പലക്കാർ. പാവപ്പെട്ട ഹിന്ദുക്കൾ സ്വയം ജന്തുക്കളായിട്ട് മാറിയിട്ട് ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുകയാണ്. അവർ സ്വയം നശിക്കുന്നവരറിയുന്നില്ല. തൊട്ടപ്പുറത്തുള്ള ക്രിസ്ത്യാനികളെ, തൊട്ടപ്പുറത്തുള്ള മുസ്ലിങ്ങളെ നോക്കി പഠിക്കാനും അവർ തയ്യാറില്ല. ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാദർമാരുണ്ട്, പാതിരിമാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്. അവരുടെ ആത്യന്തികമായിട്ടുള്ള ചുമതല എന്താണ്? സുവിശേഷ പ്രസംഗങ്ങളാണ്, സുവിശേഷം ലോകരെ അറിയിക്കലാണ്. അതിനുശേഷമാണ് ആശുപത്രി ഉണ്ടാക്കലും ആതുരാലയങ്ങൾ ഉണ്ടാക്കലും. അതൊക്കെ പിന്നീട് വിഷയമാണ്, രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങൾ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവരുടെ നീതികൾ, ന്യായങ്ങൾ, അവരുടെ പ്രമാണങ്ങൾ അവർ ഓതിക്കൊടുക്കുന്നു, അവർക്ക് നേർവഴി കാണിക്കുന്നു. ഈ ഒരു കാര്യം പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് ഇവിടുത്തെ ഹിന്ദു വൈദികന്മാർ അമ്പലങ്ങളിലകത്ത് ചിന്മയാൻ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളിൽ കയറി കൂടിയിട്ടുള്ള പൂണൂൽധാരികൾ സ്വസമുദായത്തിൽപ്പെട്ട ആളുകളുടെ കാല് വിട്ടി ചോര കുടിച്ച് കൊഴുത്ത് തടിച്ചു വളരുകയാണ്. അവർക്കവിടെ പാടില്ലാത്തൊരു കാര്യം എന്താണ്? സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളോ ചർച്ചകളോ ഒന്നും അവിടെ പാടില്ല. ബാക്കി എന്തോ ആകാം. നാടകമാകാം, മിമിക്രി ആകാം, ആനയാകാം, വെടിയാകാം, നിന്നുതുള്ളലാകാം, റിമിയാകാം, ടോമിയാകാം, അതൊക്കെ ആകാം. ഇത് മാത്രം പാടില്ല. ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. എന്നോട് ഇന്നും എൻ്റെ ഗുരുനാഥന് സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞൊരു കാര്യമുണ്ട്, ബെറ്റർ യു ഗോ ടു കേരള. അവിടെ ക്രിസ്ത്യാനികൾ കൺവെർഷൻ നടത്തുന്നുണ്ട്. സിമ്പിളായിട്ട് കൺവെർഷൻ ഈസ് ഗോയിങ് ഓൺ. Once you enter in Kerala, you will never come back. That much problem is going on, so you go to Kerala. അങ്ങനെ കേരളത്തിലെത്തിയത്, തല്ല് കിട്ടാതെ അവിടുന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം. കാരണം അമ്പലങ്ങളിൽ ഞാൻ ഒരു കാലത്തിൽ നാടക നടനായിരുന്നു. ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെന്നെത്തിപ്പെട്ടത് അവിടെയാണ്. ഏത് നാടക ട്രൂപ്പിൽ ചെന്ന് പരിചയപ്പെടാൻ ചെന്ന് വെറുതെ ചെന്നാലും പറയും, അടുത്ത വർഷം ഇവിടെ നിന്ന് കേട്ടോ എന്ന് പറയുന്നൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അന്ന് പള്ളിക്കളികൾ അഥവാ മുസ്ലിം പള്ളികളിലോ ക്രിസ്ത്യൻ പള്ളികളിലോ ഈ നാടകത്തെയൊന്നും അവിടെ കേട്ടില്ല.
ഒറ്റപ്പെട്ട സംഭവങ്ങൾ. പക്ഷേ അവിടെ വരുന്ന ബുക്കിങ്ങിൽ 100 ബുക്കിങ്ങിൽ 90 ബുക്കിങ്ങുകളും ഹിന്ദു ക്ഷേത്രങ്ങളുടേതോ അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ട സങ്കേതങ്ങളുടേതാണ്. ആ ക്ഷേത്രങ്ങളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു നാടകത്തിൽ 4 നടികളുണ്ടാകും, കുറഞ്ഞത് 4-5 നടികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇത് വർഷം മുഴുവൻ നാടകം കളിക്കുന്നുണ്ട്. അമ്പലത്തിനകത്ത് അശുദ്ധി പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവന്മാർ. പക്ഷേ നാടകം കളിക്കുമ്പോൾ നാടക നടികൾക്ക് വർഷത്തിൽ ഒരിക്കലും അശുദ്ധി ഉണ്ടാവില്ല അത്രേ. സാധാരണ പെൺകുട്ടികൾക്കൊക്കെ മാസത്തിൽ ഒരിക്കൽ അശുദ്ധി വരുന്നാണല്ലോ. ഞാനല്ല അശുദ്ധി എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ടല്ലോ. പക്ഷേ നാടകത്തിൻ്റെ പേര് പറയുമ്പോൾ അതൊന്നും അവർ നോക്കാറില്ല. വലിയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അശുദ്ധിയുടെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ സ്റ്റേജിൽ കയറി നിന്ന് ഊട്ടുപുരയിലും ഒക്കെ കയറിയുന്ന ചരിത്രമൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഇത് എനിക്ക് മാത്രം ഉണ്ടായ സങ്കടകരമായിട്ടുള്ള അനുഭവമല്ല, മറ്റെല്ലാ ആധ്യാത്മിക പ്രവർത്തകർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. സ്വാമി സന്ദീപാനന്ദഗിരിയെ ഒരിടത്ത് വെച്ച് തല്ലിയിട്ടുണ്ട്, വസ്ത്രമൊക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. സംഘപരിവാറാണ് അതിൻ്റെ പുറകിൽ. അപ്പം അതേപോലെ ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, സനാതനധർമ്മ മൂല്യങ്ങളെക്കുറിച്ച് വലിയ തോതിൽ പഠിച്ചിട്ടുള്ള അക്കാഡമിക്കായിട്ട് പഠനം നിർവഹിച്ച ഡോക്ടർ TS ശ്യാംകുമാർ, കറുത്ത ആളാണ് കേട്ടോ. ജാതിയിൽ TM ശ്യാംകുമാർ അയ്യരോ അല്ലെങ്കിൽ നമ്പൂറി ഒന്നുമല്ല. അതൊക്കെ വലിയൊരു പ്രശ്നങ്ങളാണ് അതൊക്കെ. അങ്ങനെ തല്ലി. കന്യാകുമാരിയിൽ അവിടെ പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയിൽ അത് സംഭവിച്ചത്. ആദ്യം പ്രസംഗം അലങ്കോലപ്പെടുത്താൻ നോക്കി, കല്ലെറിഞ്ഞു, ലഹളയുണ്ടാക്കി ഒക്കെയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, അദ്ദേഹം അവർക്ക് തലവെച്ച് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങി. സനാതനധർമ്മം എന്നാൽ എന്ത്? സനാതനധർമ്മ പരിചയം. മധുരയിൽ വെച്ച് നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടാണ് ഈ പ്രഭാഷണം നടത്തിയത്. സനാതനധർമ്മം യഥാർത്ഥത്തിൽ എന്താണ്? അത് ഏതെങ്കിലും ഒരു മത ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതാണോ? അതിനകത്ത് നമ്മൾ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന വൈകൃതങ്ങൾ, ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വന്നു ചേരുന്ന ഭർത്താവിൻ്റെ കള്ളുകുടി, മോന് ജോലിയില്ല, മോളുടെ കല്യാണം കഴിഞ്ഞില്ല, പ്രഷർ വർദ്ധിച്ചു വരുന്നു, പ്രമേഹം വർദ്ധിച്ചു വരുന്നു, ഇതിന് പൂജ നടത്താനുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ ആധ്യാത്മികതയുടെ അനന്തമായിട്ടുള്ള വിഹായസിലേക്ക് പറന്നുയരാനും, താൻ ആരാണ്, എന്തിനിവിടെ വന്നു, എവിടേക്ക് പോകുന്നു, തസ്തും കോഹം കുത ആയാതഹ, ഫ്രം വെയർ, എവിടെന്നാ വന്നത്, ഫോർ വാട്ട് പർപ്പസ്, എന്തിനാ ഇവിടെ വന്നത്, വാട്ട് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് എൻഡീവർ ഹിയർ, ഇവിടെ എന്താണ് നമ്മളുടെ പരമപ്രധാനമായിട്ടുള്ള നമ്മളുടെ ജീവിതചര്യ, എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം, വേ ടു ഗോ, നിങ്ങൾ എവിടേക്ക് പോകണം, എവിടേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുന്ന സനാതനധർമ്മ പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടി, ഡിസമിനേഷന് വേണ്ടി ഉണ്ടാക്കിയതാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ അതൊന്നുള്ള ഒരു കല്ലും കുത്തിവെച്ച് ഭർത്താവിൻ്റെ കുടി മാറിയിട്ടില്ല, ഇന്ന പൂജ നടത്തിക്കോളൂ, മോളുടെ കല്യാണം നടന്നിട്ടില്ല, ഇന്ന പൂജ നടത്തിക്കോളൂ, അല്ലെങ്കിൽ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് മോള് പ്രസവിച്ചിട്ടേ, അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യൂ, നാളെ ഒരു 11 മണി പൂജയ്ക്കും കഴിഞ്ഞിട്ട് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാനൊന്ന് നോക്കട്ടെ. അതിൻ്റെ പേരിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശത്ത് ആ സംഘപരിവാറിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇമാം കൗൺസിലിൻ്റെ ഒരു പ്രോഗ്രാമിനായിട്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോട്ടയത്ത് എത്തിയിരുന്നു. അന്നവിടെ ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത്, അത് സെൻട്രലിൽ തന്നെയാണ്, കോട്ടയം സെൻട്രലിൽ തന്നെയാണ്, എനിക്ക് കൃത്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതിൻ്റെ അപ്പുറത്ത് സംഘപരിവാറിൻ്റെ ആൾക്കാർ വന്ന് നിൽക്കുന്നു എന്ന് ഇതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ 3-4 പേര് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഞാനോട് പറഞ്ഞു, രാത്രിയൊന്നും ഇവിടെ നിൽക്കേണ്ട, എന്താ കാര്യം, ഞാൻ ഇവിടെ ഇപ്പോൾ ഹോട്ടലിലും ആൾക്കാരുണ്ടല്ലോ. അവർ പറഞ്ഞല്ലോ, ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളിവിടെ നിന്നോളാം. അങ്ങനെ ആ 4 കുട്ടികൾ എൻ്റെ റൂമിൻ്റെ പുറത്ത് ചുമരും ചാരി ഇരിക്കുക.
എന്നാൽ റൂമിനകത്ത് കയറി വന്ന് അതവർ ചെയ്തില്ല. ഇതുപോലെ തന്നെ ഞാനിവിടെ പ്രഭാഷണത്തിന് പോകുമ്പോഴും ആളുകൾ വരും, സ്വാമി ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ആ അമ്പലത്തിൻ്റെ മേലേക്ക് ചെളി തട്ടി തെറിപ്പിച്ചു, കല്ലെടുത്തെറിഞ്ഞു, ഇതും കൂടി ഒന്ന് പറയണമെന്ന്. ഏത് ഉപനിഷത്ത് പറയുമ്പോഴേ. ഞാനിവിടെ മൂലമറ്റം അറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയ സമയത്ത് അവിടെ പോലെ സംഘപരിവാറിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ തുമ്പച്ചി മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്, അതവർ കയ്യേറിയതാണ്, ആ തുമ്പച്ചി മലയുടെ പ്രശ്നം ഇവിടെ പറയണം. അപ്പം ഞാൻ പറഞ്ഞു, ഇതല്ലല്ലോ നമ്മളുടെ വിഷയം. അല്ല, അത് അങ്ങനെയാണ് ഇവിടെ സ്വാമിമാർ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെയാണ് ചോദ്യം. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ചുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി, എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ ഈ പ്രയോഗം നിർത്തി പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്പലക്കാരോട് പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിലെ പരിപാടി മുടക്കരുത് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തുമ്പച്ചി മലയുടെ മേലെ നിന്ന് സ്റ്റെപ്പുകളുണ്ട്, ആ സ്റ്റെപ്പുകളുണ്ട് 14 സ്ഥലങ്ങളിൽ യേശുക്രിസ്തു വീണതായിട്ടുള്ള, കുരിശു ചുമന്ന് യേശുക്രിസ്തു വീണതായിട്ടുള്ള 14 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരിശുമലയാണ് തുമ്പച്ചിമല. ഈ തുമ്പച്ചിമലയുടെ മേലെ നിന്നൊരു ഫുട്ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഫുട്ബോൾ ഇങ്ങനെ സ്റ്റെപ്പിൽ തട്ടി 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 പിന്നെ വന്ന് വീഴുന്നത് ഇടുക്കി ഡാമിലേക്ക് പോകുന്ന, ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയിൽ, മൂലമറ്റം അറക്കുളത്ത് ഇടുക്കിയിലേക്ക് കയറുന്ന ഹൈവേ ഉണ്ടല്ലോ, അവിടെ വന്ന് ഈ ബോൾ വന്ന് വീഴും, വീണ്ടും തട്ടി 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 താഴോട്ടാണ് പോകുന്ന ബോൾ. പിന്നെ ചെന്ന് വീഴുന്നത് ഒരമ്പലത്തിൻ്റെ തിരുമുറ്റത്താണ് വന്ന് വീഴുന്നത്. ആ അമ്പലത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? അമ്പലം അതുപോലെ തന്നെ അമർന്നിരിക്കുക, അവിടെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, തകർന്ന് തരിപ്പണായിട്ട് മേലെ കുറേ ഓടിങ്ങനെ വെച്ചതുപോലെ കാണാൻ പറ്റും, അത്രമാത്രം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? തുമ്പച്ചി മല തകർക്കണം, അതാണോ നിങ്ങളുടെ ആഗ്രഹം? അത് നമ്മൾ പ്രസംഗിച്ചിട്ട് അവരെ കളിയാക്കിയിട്ട് എന്താ കാര്യം? നമുക്ക് പോയിട്ട് അവിടെ ഡൈനാമിറ്റ് വെക്കാടോ, അത് നമുക്ക് പൊട്ടിക്കാടോ, അത് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ചെയ്തോളാം. നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ, അത് ഞാൻ ചെയ്തോളാം. തുമ്പച്ചി മല നമുക്ക് തകർക്കാം, അത് ഞാൻ ചെയ്തോളാം. അതിൽ ചില ആൾക്കാർക്ക് സന്തോഷമായി, സ്വാമി കുറച്ച് അഗ്രസീവാണല്ലോ, സ്വാമി ചിലപ്പോൾ ചെയ്തു കളയും, നല്ല കാര്യമാണ്. പക്ഷെ ഒരു ഡിമാൻഡ് എനിക്കുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ആ ഫുട്ബോൾ വന്ന് വീഴുന്ന അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലം നേരെയാക്കിയിട്ട്, ആ അമ്പലം പുനരുദ്ധരിച്ച് നന്നാക്കിയിട്ട് അവിടെ പൂജ തുടങ്ങുന്ന ദിവസം ഞാൻ തുമ്പച്ചി മലയിൽ കൊണ്ടുപോയിട്ട് ബോംബ് വെച്ചോളാം. തയ്യാറുണ്ടോ? കൃഷ്ണകുചേല സിനിമയിൽ കൃഷ്ണൻ അപ്രത്യക്ഷമാവണ പോലെ RSകാർ അപ്രത്യക്ഷമായത്. കാരണം അവർക്ക് തുമ്പച്ചിമല തകർക്കണം. പക്ഷെ അതിൻ്റെ മുമ്പിലുള്ള അമ്പലം അത് പുനരുദ്ധരിക്കില്ല, അതവർക്ക് താല്പര്യമില്ല. ഇതാണ് അവരുടെ സ്ഥിതി. സനാതനധർമ്മ പ്രഭാഷണത്തിനായിട്ട് ഇറങ്ങി തിരിച്ച എനിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാസ്തവത്തിൽ. പലരും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടേക്കും ചെല്ലുമ്പോഴൊക്കെ ഇവന്മാർ വരും, പ്രശ്നമുണ്ടാക്കും. നിങ്ങൾ അന്ന് പറഞ്ഞ് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞ് ശരിയായില്ല, അത് പറഞ്ഞ് ശരിയായില്ല എന്നും പറഞ്ഞിങ്ങനെ ചൊരണ്ടാൻ നടക്കും. അവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ 1-2 ദിവസം, 18 ദിവസവും പ്രോഗ്രാം തുടങ്ങിയിട്ട് അവസാനം 1-2 ദിവസം കൊണ്ട് നിർത്തേണ്ടി വരാറുണ്ട്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല, ആധ്യാത്മിക പ്രഭാഷകർ, പ്രത്യേകം സന്യാസിമാർക്ക് മുഴുവനുള്ള പ്രശ്നമാണത്. കേരളത്തിലെ സന്യാസിമാർ 2ാം തരക്കാരും 3ാം തരക്കാരും വഴിയരിയിൽ കിടക്കുന്ന നായ്ക്കളുടെ വിസർജ്യം പോലെ ആക്കി തീർത്തത് ഈ RSSകാരാണ്. ഇന്നിപ്പോൾ അവർ എവിടെ ചാടി വീണ 10 വോട്ട് കിട്ടാൻ ഇപ്പോൾ ഇവർ സന്യാസിമാരുടെ അടുത്തും പോകുന്നുണ്ട്, ആശ്രമങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ ആശ്രമങ്ങളിൽ പോയാൽ പറയും, വരൂ, ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോകാം. പക്ഷേ തൃശ്ശൂർ ആശ്രമമുണ്ട്, ഭൂമാൻ സ്വാമിയുടെ ആശ്രമം, അങ്ങനെ മുഖത്ത് നോക്കി പറയും, ഈ ത്രികോണകം അങ്ങനെ പറയും, ത്രികോണകത്തിൻ്റെ ആൾക്കാരൊന്നും ഇവിടെ വരണ്ട. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. അണ്ട് ഇവർക്ക് ആശ്രമങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സന്യാസിമാരുമായിട്ട് ബന്ധമില്ല, സന്യാസിമാർക്ക് ഇവരുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഇന്ന് സന്യാസിമാർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഉത്തരേന്ത്യയിൽ കുറേ എണ്ണം ഉണ്ടല്ലോ, യോഗിയെ പോലെ കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ. ആയതുകൊണ്ട് ഇവിടെയുള്ള സന്യാസിമാർ, ഞാനടക്കമുള്ള ആളുകൾ ഒരു റെയിൽവേ സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിലോ ചെന്ന ആൾക്കാർ പറയും, നിൽക്കണം ഒരുത്തൻ, നിൽക്കണം, ഇവനൊക്കെയാണ് ഇവിടെ
വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവൻ, വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവൻ എന്ന് പറയും. എല്ലാവരും സാധാരണക്കാർ പോലും. കാരണം അങ്ങനെയാണ് ഞങ്ങളെ സംഘപരിവാറുകാർ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം യൂട്യൂബിലൂടെ ഇടവിട്ട് കേൾക്കാറുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളെ മിസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞു പോകുന്നവനല്ല. ആധ്യാത്മിക പ്രഭാഷണം മനുഷ്യന്മാരെ മായികമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് തള്ളാനുള്ളതല്ല. അതിൻ്റെ ശാസ്ത്രവശങ്ങൾ അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് പറയുന്ന ഒരാളാണ് ശ്രീ TS ശ്യാംകുമാർ. ഇപ്പം അദ്ദേഹത്തിനൊരു ഇത് കൊടുത്തിരിക്കുകയാണ്, മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇത്രയേ കിട്ടിയുള്ളൂ, ഇനി വന്നു കഴിഞ്ഞാൽ തല കാണില്ല. ഇതന്നെ സ്ഥിതി. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പം കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേരളത്തിലെ ഒഴുക്ക്, നമ്മൾ കേരളീയരുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ്, മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും അവർ കയറി പിടിച്ചു കഴിഞ്ഞു. സിനിമാ രംഗത്തും അവർ കയറി പിടിച്ചു കഴിഞ്ഞു. വന്ന് എമ്പുരാനെ വെറും ഒരു ഓമ്പൂരാനാക്കി മാറ്റിയില്ലേ ഇവർ? അവർക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇനി ഇതേപോലെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരോട് പറയും, നിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യ്, നിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യ്. കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വല്ലയിടത്തേക്കും പോകേണ്ടി വരും, നാട് വിട്ടു പോകേണ്ടി വരും. നമസ്കാരം.